കാസർഗോഡ് എങ്ങക്ക് അറിയാലോ, കാസർഗോഡ് അബ്ദുറഹിമാൻ ക എന്ന് നമ്മൾ വിളിക്കും. ശേഷം ഒരു മിനിറ്റ് നമ്മുടെ KM ഷാജി എന്തോ ആഞ്ഞടിക്കുന്നുണ്ട്. ഇനി എന്താ ആഞ്ഞടിക്കാൻ? ഈ വ്യാജ സ്ക്രീൻഷോട്ടും വ്യാജ വീഡിയോ ഒക്കെ പറഞ്ഞ് സെറ്റിൽമെന്റ് ആക്കിയില്ലേ? സർവകക്ഷി യോഗത്തിന് മുസ്ലിം ലീഗ് തന്നെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. ഇനി എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അതല്ല ആര് പറഞ്ഞു അങ്ങനെ കോംപ്രമൈസ് ആക്കിയെന്ന്? വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ പ്രതിയെ കണ്ടെത്തട്ടെ, എന്നിട്ട് മതി സർവകക്ഷി യോഗം എന്ന് വാദിച്ചവരുണ്ട്. അക്കാര്യം തന്നെയാണ് ഷാജി പാഞ്ഞടിക്കുന്നത്. സമാധാനം ഉണ്ടാക്കണ്ട. ആര്? മോഹനമാഷേ. ആദ്യം ഈ മോഹനമാഷ പിടിച്ചിട്ടാൽ രാജ്യത്ത് മുഴുവൻ സമാധാനം. കോഴിക്കോട് ജില്ല നന്നാവണമെങ്കിൽ ഈ മോഹനമാഷ പോലത്തെ, അദ്ദേഹത്തെ കുടുംബത്തെ പോലത്തെ ഈ അക്രമി, അയാളുടെ മകനുണ്ട് മോഹനമാഷ, ലതികയുടെ മുൻ MLA ലതികയുടെ മകൻ. ഈ നോട്ടീസ് ഇറക്കിയത് അവരാണോ എന്ന് പോലും സംശയമുണ്ട്. ഈ സർവകക്ഷി യോഗം വേണമെന്ന് മുസ്ലിം ലീഗ് തന്നെയല്ലേ ആദ്യം ആവശ്യമായിരുന്നത്? PK കുഞ്ഞാലിക്കുട്ടിയല്ലേ പറഞ്ഞത്? തൊട്ട് പിന്നാലെ സാദിഖലിയും തങ്ങളും പറഞ്ഞു. ഇത് പിടിച്ചുകൊണ്ടല്ലേ CPM-ഉം ഈ ചർച്ചക്ക്, സർവകക്ഷി യോഗം ചർച്ചക്ക് സജീവമാക്കിയത്. അതൊക്കെ ഒരു കളിയല്ലേ? ഈ വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ ആരാണ് പ്രതിരോധത്തിലായത്? CPM ആണ്. അന്വേഷണം നടത്തി വരുമ്പം ഏറെക്കുറെ അവരൊക്കെയാണെന്ന് തെളിയുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ തടിയുരുവാനുള്ള വഴിയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ സർവകക്ഷി യോഗം. അത് മുസ്ലിം ലീഗ് നടത്തി കൊടുത്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണല്ലോ ഷാജി ടീംസും വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ഇന്നലത്തെ യോഗത്തിലും ഈ വടകര വിഷയത്തിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള ചർച്ചയുണ്ടായിട്ടുണ്ട്. CPM-നെതിരെ കടുത്ത വിമർശനം ഇവിടെ ഉയർന്നിട്ടുണ്ട്. അതായത് ഈ സർവകക്ഷി യോഗത്തിനെതിരെ. അതിൽ ഈ ചർച്ചകളൊക്കെ കേട്ടിരുന്ന കുഞ്ഞാലിക്കുട്ടി അവസാനം പറഞ്ഞ മറുപടി ഭയങ്കര രസമായിരുന്നു എന്നാണ് കേട്ടത്. അതായത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഇത്ര വലിയ പ്രശ്നമാണെന്ന് ഞാൻ ഈ മീറ്റിങ്ങിൽ എത്തിയപ്പോഴാണ് അറിയുന്നതാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. അതൊക്കെ മൂപ്പരുടെ ഒരു നമ്പറല്ലേ? ഈ വിഷയത്തിൽ ആദ്യം ഈ സ്ക്രീൻഷോട്ടിൻ്റെ പ്രതിയെ കണ്ടെത്തട്ടെ എന്ന് തന്നെയാണ് PMA സലാം പറഞ്ഞത്. മൂപ്പരിപ്പം പിന്നെ കുഞ്ഞാലിക്കുട്ടി പക്ഷത്തില്ലാത്തതുകൊണ്ട് ഒരവസരം കിട്ടിയപ്പോൾ ഒന്ന് ചാമ്പി നോക്കിയതായിരിക്കും. ഒരാൾ ചെയ്തിട്ടുണ്ടല്ലോ, അതാരാണ് എന്ന് പോലീസ് തെളിയിച്ചിട്ടില്ല. ഗവൺമെൻറ്, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭരണകൂടം, പോലീസിന് നേതൃത്വം നൽകുന്ന ഭരണകൂടം അതിന് പോലീസിനെ അനുവദിക്കുന്നില്ല. അല്ല, അതിനുശേഷം സംസാരിച്ച കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? സലാം പറഞ്ഞതുപോലെയല്ല. സർവകക്ഷി യോഗം വേറെ നടക്കട്ടെ, ഈ സ്ക്രീൻഷോട്ട് അന്വേഷണം വേറെ നടക്കട്ടെ എന്നുള്ളതാണ്. ഒരു ഫേക്ക് വീഡിയോ ആരോ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആരോപിക്കപ്പെട്ടത് ഒരു ലീഗ് പ്രവർത്തകൻ്റെ പേരിലാണ്. അതല്ല, ആ ലീഗ് പ്രവർത്തകനല്ല. പിന്നെ ആര്? അത് അന്വേഷണം നടത്തി പുറത്ത് കൊണ്ടുവരൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്, പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഒരു കാര്യം. അതിനോടനുസരിച്ച് പിന്നെ സമാധാന ശ്രമത്തിന് വേണ്ടി ഗവൺമെൻറ് എടുക്കുന്ന ഏത് സ്റ്റെപ്പിനോടും ഞങ്ങൾ സഹകരിക്കും. എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പായി, ഏതായാലും CPM ഒരു ഗുലുമാലിൽ പെട്ടപ്പോൾ സഹായിക്കാൻ ലീഗ് എത്തിയല്ലോ, നമുക്കത് മതി. എന്തായാലും വടകരയിൽ ഈ സമാധാനാന്തരീക്ഷമൊക്കെ നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ നടക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അല്ല, നിങ്ങളുടെ മാത്രമല്ല, എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മറവിൽ ഒരു കച്ചവടം നടത്തരുത്. ഏതായാലും നിങ്ങളൊരു കാര്യം ചെയ്യും, സുലൈമാനിയൊക്കെ കുടിച്ച് ഈ കോണീൻ്റെ മുകളിൽ ഇരിക്കട്ടെ. ഞാൻ പോയിട്ട് ഷാജീൻ്റെ ബാക്കി പ്രസംഗം കേൾക്കട്ടെ.